അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയും ബഹ്റൈനിൽ നിന്നാണ്. ഞങ്ങളെ പ്രവാസികൾ ഏറ്റവും എളുപ്പത്തിൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പിന്നെ ബഹ്റൈനിലെ കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ പെട്ടെന്ന് ഇതിൽ നിന്ന് എളുപ്പത്തിൽ ഇനി ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റത്തില്ല, ആ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ബഹ്റൈനിൽ നിന്നുള്ള മറ്റ് വീഡിയോകൾ കാണാൻ വേണ്ടി ഇപ്പോൾ തന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ബഹ്റൈനെ കുറിച്ച് വരാനിരിക്കുന്നവരോ അല്ലെങ്കിൽ വിസിറ്റ് വിസയിൽ വരാനിരിക്കുന്നവരോ ജോബ് വിസയിൽ വരാനിരിക്കുന്നവരോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പേജ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ളവർക്ക് ഉപകാരമാവുന്ന രീതിയിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒന്നും കിട്ടാതിരിക്കില്ല. ഓക്കെ, അപ്പോഴത്തേക്ക് നമുക്ക് തുടങ്ങാം. നല്ല ചൂടുണ്ട്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഇപ്പോൾ സമയം കണ്ടോ, രാത്രി 9:35 അപ്പോൾ പിന്നെ കറി വെച്ച് കഴിയാൻ നേരത്ത് എത്ര സമയം എടുക്കുമെന്ന് നോക്കാം. 1 കിലോ ചിക്കനാണ് മേടിച്ചേക്കുന്നത്. അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 3 സവാള എടുത്തിട്ടുണ്ട്, ഒരു 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഇത്രയും ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ഇത്രയും വെളുത്തുള്ളി. ചിക്കൻ കഴുകി റെഡിയാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ട് കുറച്ച് കാശ്മീരി മുളകും കൂടി ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതായിരുന്നു. ഇപ്പോൾ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം, നമുക്ക് തുടങ്ങാം. വളരെ പെട്ടെന്ന് എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റുന്നു. സവാളയും ചെറിയുള്ളെല്ലാം കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ സാധനം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിന് നമ്മളെ വേറെ സംഭവമുണ്ട്, ഇതിലോട്ട് ഇടുക. വളരെ എളുപ്പത്തിൽ നമുക്കൊന്ന് ക്രഷ് ചതച്ചെടുക്കണ്ട, ഒന്ന് ക്രഷായി കിട്ടിയാൽ മതി. ഇതിവിടെ വയ്ക്കാം. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ക്രഷ് ചെയ്ത് കിട്ടും. ഇത് പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. വളരെ കുറച്ച് സമയം മതി. ഒന്ന് കാണിച്ചു തരാം. ഈ പരുവായി കിട്ടും സാധനം. ഒന്നുകൂടെ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് സാധനം. ഇതോടെ വയ്ക്കാം. ബാക്കി പരിപാടികൾ നോക്കാം. എല്ലാം കുക്കറിലുള്ള പരിപാടിയാണ്. കുക്കർ അടുപ്പി വെച്ചിട്ടുണ്ട്, തീ കത്തിച്ചിട്ടുണ്ട്. നമുക്ക് കുക്കറിലുള്ള പരിപാടിയുള്ള ചിക്കനാണ്, കുക്കർ ചിക്കനാണ്. ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. ബാച്ചിലേഴ്സ് പെട്ടെന്ന്, പ്രവാസികൾ പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന ചിക്കൻ കറിയാണ്. അലമാരിന്ന് ഇതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ, KLF കോക്കോനട്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത്രയും എണ്ണയാണ് എടുത്തേക്കുന്നത്. ജസ്റ്റ് ഉള്ളി ഒന്ന് വാടി വരാൻ വേണ്ടിയുള്ള എണ്ണ, അല്ലെങ്കിൽ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമുളകൊന്ന് മാറുന്ന സമയത്ത് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയും ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ തക്കാളി ഇട്ട് കൊടുക്കുക. 2 വിസിലടിക്കുക. ബാക്കി നമുക്ക് പിന്നീടാണ് ചെയ്യേണ്ടത്. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇളകി കൊടുക്കുക. പെട്ടെന്ന് വിസിൽ ചെയ്തു. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണേ. കുക്കർ അടച്ച് വയ്ക്കുക. വിസിൽ 2 വിസിലടിക്കട്ടെ.
അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വിസിൽ പെട്ടെന്ന് കേൾക്കും. അപ്പോൾ എല്ലാം ഒന്ന് ചൂടായിട്ടിരിക്കല്ലേ. അപ്പോൾ നമുക്ക് ബാക്കി മസാലപ്പൊടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു വിസിൽ കേട്ടിട്ടുണ്ട്. ഇനി ഒരു വിസിലും കൂടെ കേൾക്കുക. അതിനുശേഷം നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ വിസിലും കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് തുറന്ന് നോക്കാം. 2 വിസിലിന് ശേഷം കുക്കർ തുറന്നിട്ടുണ്ട്. സവാളയൊക്കെ നല്ല അടിപൊളി സെറ്റായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു തീയിലിക്കട്ടെ. നമുക്കിനി വേണ്ടത് ഒരു 2 സ്പൂണ് കാശ്മീരി മുളക്, 2 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാല, ഒരു സ്പൂണ് കുരുമുളക് പൊടി. ഇത്രയാണ് നമുക്ക് വേണ്ടത്. പിന്നെ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് ചിക്കൻ മസാല. ഓക്കെ, അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് പൊടികളിടാം. 2 സ്പൂണ് കാശ്മീരി, 2 സ്പൂണ് മല്ലിപ്പൊടി, സ്പൂണ് ചിക്കൻ മസാല. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വെക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും മഞ്ഞൾപ്പൊടി. അപ്പം കുറച്ച് ഇത്രയും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ബാക്കി പിന്നെ എരിവ് നോക്കിയിട്ട് പിന്നീട് ഇടാം. ഇതെല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്യുക. പച്ചമണം മാറുന്നതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ പ്രവാസികൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. നല്ല ചൂടുണ്ട്. മൂന്ന് വിസിലിൽ സംഗതി ഓക്കെ. ഇനി ചിക്കൻ തട്ടിയിടുക. ലോ ഫ്ലെയിമിൽ ഒരു വിസിലും കൂടെ അടിക്കുക. ഓഫ് ചെയ്ത് വയ്ക്കുക. ചിക്കൻ കറി റെഡി. ഇപ്പോഴത്തേക്ക് സമയം കാണിച്ചാൽ എത്രയായിരുന്നു. ഉപ്പിടുന്ന കാര്യം മറന്നുപോയി. അപ്പോൾ നമുക്ക് ഉപ്പ് ചിക്കനിൽ കുറച്ചിട്ടിട്ടുണ്ട്. ഇത്രയും ഉപ്പാണ് ഇടുന്നത് ഇതിൽ. ബാക്കി നമുക്ക് അവസാനം നമുക്ക് നോക്കാം. ഉപ്പ് വേണമെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം നല്ല രീതിയിൽ പച്ചമണമൊക്കെ മാറി സെറ്റായിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ മസാലയുടെ അവസ്ഥ. ഓക്കെ, ഇനി നമുക്ക് ചിക്കൻ ഇതിലോട്ട് തട്ടി കൊടുക്കാം. നല്ല വൃത്തിയായിട്ടൊന്ന് ഇളകി കൊടുക്കുക. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത് ഒട്ടും വെള്ളമില്ല. ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം സൈഡിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ബാക്കി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. ചിക്കൻ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട്. ഈ വിസിലോട് കൂടി ചിക്കൻ്റെ അവസാനത്തെ വിസിലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഓക്കെ ആയിട്ടുണ്ട്. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ സമയം നോക്ക്. ഈ സമയമായപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ കറി വെച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതാണ് വിസിൽ കേട്ടതിന് ശേഷമുള്ള ചിക്കൻ്റെ പരിപാടി. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് നമ്മൾ ഇത്രയും മല്ലിയിലയും കൊണ്ട് ഇടുക. നമ്മൾ അടച്ചു വയ്ക്കുക. ഓക്കെ അല്ലേ? ചിക്കനൊക്കെ വന്നില്ല. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. കിടക്കട്ടെ. ഇനി അടച്ചു വയ്ക്കുക. കുളിക്കുക. കുളിച്ചിട്ടോ? എല്ലാം സെറ്റ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക.
രീതിയിലാണ് വീഡിയോ എടുത്തത്. എന്നാലും സാരമില്ല, നമ്മളെ ഫുഡ് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്, അത് ഈ പ്രവാസികളുടെ ഫുഡ് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് അറിയിക്കാൻ വേണ്ടി ഒരു വീഡിയോ ആണ്. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കറി വയ്ക്കുന്നത്. ബാക്കി കഴിച്ച് നോക്കാനായിട്ട് പറയാം എങ്ങനെയുള്ള. അപ്പം ഞങ്ങളെ ചിക്കൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത് ഇന്നലത്തെ തീരെ കറിയില്ലേ, ഇത് ഞങ്ങളുടെ സലാഡ്. ഏതില്ല വിലങ്ങാത്ത വീഡിയോയില്ല.